എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. അറിയേണ്ടതെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കുടക്കീഴിൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പച്ചമാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പിയുമായാണ്. ഈ ചൂടുകാലത്ത് എത്ര ജ്യൂസും വെള്ളം കുടിച്ചാലും മതിയാവില്ല. നമ്മുടെ നാട്ടിൽ ധാരാളമായി ലഭിക്കുന്ന മാങ്ങ കൊണ്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? ഇടത്തരം വലിപ്പത്തിലുള്ള ഈ മാങ്ങ ഞാനിപ്പോൾ പൊട്ടിച്ചെടുത്തതാണ്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഏലക്കായ, ഒരു ചെറുനാരങ്ങയുടെ പകുതി, ആവശ്യത്തിന് പഞ്ചസാര എന്നിവയാണ് വേണ്ടത്. മാങ്ങയുടെ തൊലി ചെത്തിയെടുക്കുക. ശേഷം ഇത് കഷ്ണങ്ങളായി മുറിക്കാം. നന്നായി ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഏലക്കായ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പീസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിടുക. ഇതിലേക്ക് മുറിച്ച് വെച്ച ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. ഇതിലേക്ക് ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നന്നായി അരയുകയൊന്നും വേണ്ട. ശേഷം ഇതൊരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിലേക്ക് ഇനി ഒരു 3 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി വീണ്ടും ഒന്ന് അരിച്ചെടുക്കാം. മധുരം പോരെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാരയിട്ട് ഇളക്കാം. ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്തിരുന്നുള്ളൂ. പച്ചമാങ്ങ ജ്യൂസ് റെഡി. ഇതിനി തണുപ്പിച്ചോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് ചേർത്തോ ഒക്കെ ഉപയോഗിച്ച് നോക്കാം. പുതിനയില ഇഷ്ടമുള്ളവർക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി അതും ഉപയോഗിക്കാം. ഒരു പച്ചമാങ്ങ കൊണ്ട് 4 പേർക്ക് സെർവ് ചെയ്യാനുള്ള ജ്യൂസായി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പച്ചമാങ്ങ കൊണ്ട് ഇത്രയും ടേസ്റ്റിൽ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. തീർച്ച. താങ്ക് യു.